നമസ്തേ. സുഭാഷിതം. ആശായേ ദാസസ്തേ ദാസാഹ സർവലോകസ്യ ആശായേഷാം ദാസി തേഷാം ദാസായതേ ലോകഃ. ഇതിൻ്റെ അർത്ഥം, ആരെല്ലാമാണോ ആശയ്ക്ക് അടിമപ്പെടുന്നത് അവരെല്ലാവരുടെയും അടിമയായിത്തീരുന്നു. ആർക്കൊക്കെയാണോ ആശയെ കീഴടക്കാൻ കഴിയുന്നത് അവരുടെ മുമ്പിൽ ലോകം മുഴുവൻ അടിമകളായിത്തീരുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം ആരെല്ലാമാണോ ആശയ്ക്ക് അടിമപ്പെടുന്നത്, നമ്മുടെ ആശകൾക്ക്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ വഴങ്ങിക്കൊടുത്താൽ ആ ആളുകൾ എല്ലാവരുടെയും അടിമയായിത്തീരും. കാരണം നമുക്ക് ആഗ്രഹങ്ങളുടെ അടിമ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ വ്യക്തിത്വം അവിടെ ഇല്ല, പിന്നെ എല്ലാവർക്കും നമ്മൾ അടിമയാണ്. എന്നാൽ നേരെ മറിച്ച് ആർക്കൊക്കെ ആശയെ കീഴടക്കാൻ സാധിക്കുന്നു. ഇപ്പം എനിക്കൊരാഗ്രഹമുണ്ട്, അത് ഞാൻ വലിയ വിഷയമായിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ അതിനെ കീഴടക്കാൻ എനിക്ക് കഴിയുന്നു എങ്കിൽ, അങ്ങനെ ആഗ്രഹങ്ങളെ കീഴടക്കാൻ കഴിയുന്നവരുടെ മുമ്പിൽ ലോകം കീഴടങ്ങും, ലോകം അവർക്ക് മുമ്പിൽ അടിമകളായിത്തീരുന്നു എന്നിവിടെ സുഭാഷിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആശയെ നമ്മൾ കീഴടക്കുക, ആഗ്രഹങ്ങളെ കീഴടക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കീഴിൽ ലോകം അടിമകളായി, മുഴുവൻ ലോകവും നമ്മുടെ അടിമകളായി മാറും എന്നാണ്. അപ്പം നമ്മൾ ഒരാഗ്രഹത്തിനും വഴിപ്പെടാതെ, ഒരാശയ്ക്കും വഴിപ്പെടാതെ അതിനെ സംയമനത്തോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി നല്ല രീതിയിൽ തന്നെ മുന്നേറുക എന്നാണ് ഇവിടെ സുഭാഷിതം സൂചിപ്പിക്കുന്നത്.